ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് നാളത്തിന് ശേഷമാണ് കേട്ടോ ഒരു വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത്. വേറെ ഒന്നല്ല, ഓരോരോ തിരക്കുകൾ പെട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. ഞങ്ങൾ ചേച്ചി വീട്ടിൽ പോയ രണ്ടാമത്തെ ദിവസത്തെ വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങൾ നേരെ പോയത് ഈ ചാലിയാർ കുതിരപ്പുഴ സംഗമത്തിൻ്റെ അവിടെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ചാലിയാർ പുഴ കാണുന്നത്. നമ്മളിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ സ്വർണ്ണമൊക്കെ അവിടെ കാണുന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്. ആദ്യമാണ് കേട്ടോ അവൻ പോകുന്നത്. അപ്പോൾ അവിടെ അധികം ദൂരമില്ല, നിലമ്പൂരാണ് കേട്ടോ ഇത് വരുന്നത്. ഇതാ ഈ പോകുന്ന വഴി കൂടെ ആ കാണുന്നതാണ് നമ്മൾ ചാലിയാർ പുഴ. പക്ഷെ സംഗമമൊക്കെ കണ്ടെങ്കിലും ഞങ്ങൾ അപ്പുറത്ത് കൂടി ചെങ്ങാടത്തിൽ പോകണമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ പുഴയിൽ വെള്ളം കൂടുതലായതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് കടത്തി വിട്ടില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ നടന്നു പോയി, അടുത്ത് തന്നെ ചായക്കടകളും അങ്ങനെ ദിവസം ഉണ്ടായിരുന്നു. നടന്നു പോയി വെറുതെ പുഴ മാത്രം കണ്ടു പോകുന്നത് മാത്രമേ. ഇത് ഈ ഭാഗത്താണ് കേട്ടോ സംഗമം നടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് കണ്ട് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ മെല്ലെ തിരിച്ചു പോന്നു കേട്ടോ. കണ്ടോ, എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ. ഫോട്ടോസൊക്കെ എടുത്ത്. ഇതാണ് ചാലിയാർപ്പുഴ. ഈ ചാലിയാർപ്പുഴ അപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് മ്യൂസിയത്തിലോട്ട് പോകാമായിരുന്നേ. പക്ഷേ ഒരു നിവർത്തിയില്ല, പുഴയിൽ വെള്ളം കൂടുതലായതുകൊണ്ട് അടിയൊഴുക്ക് കൂടുതലാന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് കടത്തി വിട്ടില്ല കേട്ടോ. പിന്നെ അവിടെ നമ്മൾ മെല്ലെ നടന്നു. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ചങ്ങാടത്തിൽ പോകുന്നത്. പിന്നെ നമ്മൾ നക്ഷത്രവനം കാണാൻ പോയിട്ടോ. അതായത് നക്ഷത്രവനം എനിക്ക് എന്താ മനസ്സിലാവുന്നില്ല കേട്ടോ. പിന്നെയാണ് നമ്മുടെ നാളുകൾ ഉണ്ടാവില്ലേ, അശ്വതി ഭരണി അങ്ങനത്തെ അനുസരിച്ചുള്ള അവർ ചെടികൾ എങ്ങനെയാണ് ഉണ്ടാവില്ലേ, ആ ചെടികളാണ് ഇട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ രണ്ടാളും, ഞാനും മരിയും കൂടെ ഞങ്ങൾ ചെടികൾ ഏതൊക്കെയാൻ തിരഞ്ഞ് നടക്കുമായിരുന്നു. പക്ഷേ എൻ്റെ ചെടിയൊക്കെ ഞാൻ കണ്ടുപിടിച്ചു. പക്ഷേ ചെടി ഉണ്ടായിരുന്നില്ല, പേര് മാത്രമേ ഉണ്ടായിരുന്നില്ല. ഈ ചെടിയെന്ന് എനിക്ക് മനസ്സിലാണ്ടോ, എൻ്റെ ആ വീട്ടാണ് കേട്ടോ നാള്. പക്ഷെ പേര് വ്യക്തമായി കാണുന്നില്ല എന്താന്ന്. നിങ്ങൾക്ക് ആർക്കെങ്കിലും കമൻറ്റ് ചെയ്യണം കേട്ടോ അറിയാമെന്നുണ്ടെങ്കിൽ. പിന്നെ ഇതാ പൂമ്പാറ്റകളുടെ തന്നെ ഒരു വനം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങൾ പ്രത്യേകിച്ച് പൂമ്പാറ്റകളൊന്നും കണ്ടില്ല. പക്ഷെ ധാരാളം പൂമ്പാറ്റകളുടെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ പിന്നെ ഇറങ്ങിയത് തേക്ക് മ്യൂസിയത്തിലോട്ടാണ്. നിങ്ങളെല്ലാം പോയിട്ടുണ്ടോ? പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ട് അവിടെ പോകുന്നത്. അപ്പോൾ നമ്മൾ എൻട്രൻസിൽ ക്യാഷൊക്കെ എടുത്ത് നമ്മളിതാ കയറി. നമ്മൾ തേക്കുംകാട് മ്യൂസിയത്തിൻ്റെ എൻട്രൻസ് ആണ് കേട്ടോ ഇത്. അപ്പോൾ അവിടെ ഫ്രണ്ടിൽ തന്നെ നമുക്കിങ്ങനെ തേക്കിൻ്റെ അടിഭാഗത്തുള്ള വേരില്ലേ നല്ല മനോഹരമായിട്ട് വെച്ചിട്ടുണ്ട്. നോക്കി എന്ത് രസമാണ് കാണാനായിട്ട്. ഇതിൻ്റെ ഏകദേശം നടുഭാഗമാണ് കേട്ടോ അത് ഈ കാണുന്നത്. എന്താണ് ഏറ്റവും വലിയ തേക്ക് തുടരുന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നല്ല വലിപ്പമുള്ള തേക്കാട്ടോ. പക്ഷെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ നമുക്കിവിടെ ഫോട്ടോസൊക്കെ എടുക്കാനുള്ള സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളിവിടെ നടന്ന് കുറേ ഫോട്ടോസ് എടുത്തു, വീഡിയോസ് എടുത്തു. ഇതൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നത്. പിന്നെ കുറേ തേക്കിൻ്റെ കുറേ ഉണ്ടായിരുന്നു, തടികൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പിന്നെ തേക്ക് എങ്ങനെയാണ് പരിപാലിക്കുന്നതൊക്കെ അവിടെ കുറേ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനെ തേക്കിൻ്റെ എല്ലാത്തിൻ്റെയും കുറച്ച് പോർഷൻസ് ഉള്ളത് നമുക്ക് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇതാണ് കേട്ടോ, ഇതാണ് നമ്മുടെ കാലം നിർണ്ണയിക്കുന്നത്, എത്ര വർഷം പഴക്കമുണ്ടെന്ന് നിർണ്ണയിക്കുന്നതിൻ്റെ കാതിലില്ല ഇങ്ങനെ റൗണ്ട് ഉണ്ട്. അത് വെച്ചിട്ടാണ് കേട്ടോ അതിൻ്റെ വർഷം നിർണ്ണയിക്കുന്നത്. പിന്നെ തേക്ക് കൊണ്ട് ഉണ്ടാക്കിയ ധാരാളം ഉപകരണങ്ങളും പിന്നെ അവിടെയുള്ള ചട്ടിയും കലം പാത്രം എല്ലാം ഉണ്ടായിരുന്നു. ഇതാണ് ചെസ് ബോർഡ് കേട്ടോ. അത് ഞാൻ നല്ല അട്രാക്ട് ചെയ്തു കേട്ടോ. ഇത് റേഡിയോ ആണ് പണ്ടത്തെ കാലത്ത്. ഇതൊക്കെ തേക്ക് വെച്ചുണ്ടാക്കിയ ഇതാണ് കേട്ടോ, ഐറ്റംസാണ്. ഇതൊക്കെ ഷഡ്പദങ്ങളാണ്. അതായത് നമ്മൾ ആ തേക്കും തോട്ടത്തിൽ ഉണ്ടായിരുന്ന ഷഡ്പദങ്ങളും കാര്യങ്ങളൊക്കെ അവരിപ്പോഴും അങ്ങനെ തന്നെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഒരുത്തനെ നോക്കാൻ ഞങ്ങൾ 3 ആൺപിള്ളേരെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ സ്വസ്ഥമായി നടക്കുന്നത്. പിന്നെ ഇവിടെ ആനക്കൊമ്പുകൾ അങ്ങനെ തോക്ക് ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. പിന്നെ ഇതിനകത്ത് ചില്ലിട്ട് വെച്ചേക്കുന്നുണ്ട് ഉപകരണങ്ങളാണ്, ഈ തേക്കിൻ്റെ ഉണ്ടാക്കിയ ഉപകരണങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇത് അവിടെ ഒരു മേൾഭാഗം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. എനിക്ക് പ്രത്യേകമായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്ക് ഇതൊക്കെ കാണാൻ ഇഷ്ടമുള്ള ആൾക്കാർക്കാണെങ്കിൽ ഒന്നും കൂടി തരും. ഇതുണ്ട് ബാരലൊക്കെ ഇരിപ്പുണ്ട്, നമ്മൾ വൈകിനൊക്കെ ഇട്ട് വയ്ക്കുന്ന ടൈപ്പ്. അതൊക്കെ ഡ്രസ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ അവിടെ ഒരു ഗാർഡൻ ഉണ്ടായിരുന്നു തൊട്ടടുത്ത് തന്നെ. അതിലൂടെ കുറച്ച് നേരം നടന്നു. അവിടെ കണ്ടു ഈ വള്ളികളൊക്കെ ഉണ്ട്, നല്ല ഡ്രസ്സിനോട് ഫോട്ടോസ് എടുക്കാൻ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ അത് അപ്പം തന്നെയാണ് പിള്ളേർക്കുള്ള പാർക്കും കാര്യങ്ങളും. പിന്നെ ചേട്ടന്മാരൊക്കെ വന്ന് കുറച്ച് നേരം പാർക്കിലൂടെ ചുറ്റി നടക്കായിരുന്നു. പാർക്കിൽ നേരെ ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് കുറേ കുരങ്ങന്മാരെ കണ്ടു കേട്ടോ. നമ്മുടെ അടുത്തോട്ടൊക്കെ വരുന്നുണ്ടായിരുന്നേ. പിന്നെ ഫോട്ടോ പോസ് ചെയ്തിട്ടൊരു കുരങ്ങനും കുഞ്ഞുണ്ടായിരുന്നു കണ്ടോ. അവരുമ്പോൾ ഫോട്ടോ ഒക്കെ പോസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പിരിഞ്ഞോട്ട് കുഴിമന്തി ആട്ട കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ടാറ്റാ ബൈ ബൈ, സീ യു.